OnePlusന്റെ OnePlus Ace 3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Ace 3 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus Ace 3ൽ 6.74 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ കൂടിയ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. വളരെ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 16 GB റാം വരെ അല്ലാന്നുണ്ടെങ്കിൽ 24 GB റാം വരെ വന്നേക്കാം. ഇൻറ്റേർണലിൻ്റെ കാര്യത്തിൽ 512 GB ഇൻറ്റേർണൽ വരെ അല്ലാന്നുണ്ടെങ്കിൽ 1 TB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ 3.5mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. ഇത് സോണി IMX 890യുടെ സെൻസർ ആയിരിക്കും. ഇതിൽ OS പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ രണ്ടാമത് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നേക്കാം. ഇത് ഒംനിവിഷൻ്റെ സെൻസർ ആയിരിക്കും. പിന്നെ മൂന്നാമത് 32 MP ഒരു ടെലിഫോട്ടോ ലെൻസും വന്നേക്കാം. ഇത് സോണി IMX 709ൻ്റെ സെൻസർ ആയിരിക്കും. പിന്നെ ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. ഫ്രണ്ടിൽ ചിലപ്പം ഒരു 32 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി അല്ലാന്നുണ്ടെങ്കിൽ 5400 mAh ബാറ്ററി ഇതിൽ വന്നേക്കാം എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൂടാതെ ഇതിൽ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ Ace 3 എന്നുള്ള സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ മാത്രമായിരിക്കും മിക്കവാറും ലോഞ്ച് ചെയ്യുക. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ വേറെ പേരിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. OnePlus 12R എന്ന പേരിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 50,000-55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ മിക്കവാറും ഇതിൻ്റെ വില ഇതിലും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. ചൈനീസ് മാർക്കറ്റിൽ ചിലപ്പം ഈ ഒരു ഫോൺ ഒരു 35,000-40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും OnePlus Ace 3 എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ OnePlus 12R എന്ന പേരിലും ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.